വയനാട്ടിൽ ഈ ക്ലബ്ബ് ഇരിക്കുന്നിടം പണ്ട് ബ്രിട്ടീഷുകാരുടെ പാലസായിരുന്നു. ഈ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെ അങ്ങനെ ഈ സായിപ്പന്മാരെ എല്ലാം കൂടെ അടിച്ചോടിച്ച് ഈ പാലസം കൈവശപ്പെടുത്തി. അവന്മാരുടെ തോക്കും കോപ്പും എല്ലാം കൂടെ നിലവറയിലിട്ടങ്ങ് കൂട്ടി. പിന്നീട് അങ്ങോട്ട് കുറേ കാലം ഇത് ടിപ്പുവിൻ്റെ ആയുധപ്പുരയായിരുന്നു. പിന്നെ ടിപ്പു ചത്തു, കുറേ കുടിയേറ്റക്കാരും അസ്രാണികൾ അതങ്ങ് ഏറ്റെടുത്തു. അപ്പം അവന്മാരുടെ വാഴ്ചയാണ് അവിടെ. അപ്പോൾ അതാണ് സുൽത്താൻ ബത്തേരി അഥവാ സുൽത്താൻസ് ബാറ്ററി. ആയുധം വെച്ചുള്ള കളിയാ. വാ 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 വാ. ആ അതാണ്ട് ഈ കാണുന്ന അവിടുത്തെ ആസ്ഥാന വരിക്കാരൻ. കുന്നോത്ത് കൊച്ചൗസേപ്പ്, കുഴുവേലി ഓനപ്പൻ, കടുവച്ചാലിൽ സക്കറിയ. ഈ സക്കറിയാണ് നമ്മുടെ അവറാനണ്ണന്റെ അപ്പൻ. രണ്ടുപേര് പണ്ടേ പോയി. മൂന്നാമത്തെ ആള് വിത്തിയെ കയറാൻ സമയമായിട്ടില്ല, എന്നാലും ക്ലാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഉമ്മാരുടെ ഒരു മട്ട്. ഇതൊക്കെ ഞാൻ പണ്ടേ കൂട്ടിയത് കാര്യങ്ങളാ. അണ്ണ അടുത്ത് കാണും. വാ ബാബാ. ചേട്ടായി അവിടെ വെച്ചേട്ടായി ഞാൻ ഉച്ച കഴിയുമ്പോ റെഡിയാക്കി തരാന്ന്. ഇവിടെ കിടന്ന് കുടിച്ചു വീഴുക. ഞാൻ ഹലോ, ഇതെന്താ വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ? യുക്തമായിട്ട് വേണേ ഇടപെടാം. ഏയ് ഞങ്ങള് ചേട്ടാനിമാര് തമ്മിൽ ഒരു കുട്ടിക്കുറുമ്പ് അല്ല. ഇതല്ല, ഇതൊരു മുഴുക്കുടിയനും ഒരു പള്ളി വികാരിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഓ, ഇയാള് വലിയ വികാരി ജീവി. ഊച്ചണ്ണ, ഇതാരാന്ന് മനസ്സിലായോ? ഇങ്ങോട്ട് നിന്ന് ഊച്ച നോക്കിയേ. ആ എനിക്കറിയാം. ഞാൻ ആ പാട്ട് പറയാം. കലമാൻ കണ്ണി അല്ല, മധുരക്കിനാവിൽ. ഞാൻ പറയാട്ടോ, വേറെ ആരും പറയരുത്. അതിശയചാരുതി ഗന്ധർവകാലം. എന്റെ അമ്മച്ചി, ആ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേ പോയി കൊക്കേ ചാടുന്ന ആള്. പിടുക്ക് ചെറുതാ പാപ്പാ. മാവിന്റെ മണ്ടയിലൊരു പഴുത്ത മാങ്ങ കിടക്കുവാണേ. നമ്മൾ ഉന്നം പിടിച്ചെറിഞ്ഞിട്ടേ ലക്ഷ്യം ഭേദിച്ചേ
എന്ന് പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് പോവാണോ ചെയ്യാറ്? ഹ, ആ മാങ്ങ തിന്നുന്നതല്ലേ എൻ്റെ റിവാർഡ്. അത്രേ ഉള്ളൂ ഹണ്ടി. ഈ ക്ലബ്ബ് ബേസിക്കലി ഒരു ഹണ്ടർ മൈൻഡാണ്. ആഹാര എന്നാ വരുപ്പിള്ളേ? ശൃംഖല. ആ ചങ്ങലെ പങ്കെടുക്കാൻ പറ്റാത്തതാണ് ആധുനിക മനുഷ്യന്റെ ശാപം. കിട്ടിയില്ലേ? അല്ലേ? പുറത്തേക്ക് പോ ചെല്ല്. ഈ ലോകത്തെ ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചിയാണെന്നറിയോ? അത് മുള്ളമന്തിയുടെയാ. സംശയമുണ്ടോ? എന്റെ പോക്കിപ്പായി. പന്നിയല്ലേ ഹറാമുള്ളൂ, മുള്ളനടിക്കാം. തട്ടേട്ടെ. കഴി. സിസിലി, ഞാൻ ഈ ക്ലബിലെ കിങ് ആണെങ്കിൽ ഇവളാണ് കിങ്ങിണി. മാഡത്തിന്റെ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ ചേട്ടത്തിരിയാ, അടിച്ചിട്ടത് പക്ഷേ ഇവളാ. ഇതൊക്കെ ഈസിയാ, പറയാനാ ടഫ്. ഫ്ലൈങ് സ്ക്വിരലേ. പെരുപ്പിള്ളേ, സാരെടുത്തോ. അതാ ഞാൻ പറഞ്ഞേ, ചലച്ചിത്ര താരങ്ങൾക്ക് തോക്ക് മരിക്ക് പിടിക്കാൻ പോലും അറിയത്തില്ല. മോനിപ്പോ പിടിച്ചിരിക്കുന്ന കണ്ടാലുണ്ടല്ലോ, പൊട്ടുമോനെ മാറ്റിപ്പിടി അങ്ങനെ പറയാൻ തോന്നുന്നു. തൊലിക്കില്ലേ സിസ്ലി? സോറി. ആത്മബലം ചോർന്നു പോകില്ല ഷാജിമോന്റെ. നമുക്ക് ശരിയാക്കാം. ഈ തോക്കിന് എന്ത് വില വരുവാ? ഒരു വിലയുണ്ട് രാപ്പാടി, അത് കറൻസിയുടെ അല്ല. Great guns don't have owners, just successors. എന്നാലും എന്ത് വില വരും അപ്രോക്സിമേറ്റ്ലി? അതല്ലേ രാപ്പാടി അവള് പറഞ്ഞത്. ഒത്ത ഒരു ഗണ്ണിന് ഉടമസ്ഥരില്ല, പിൻഗാമികളെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ആർമറി. പെരുമ്പള്ളിയുടെ ഒരു കോമിക് ഉണ്ടായി, പുള്ളി ഇതിനെ വിളിക്കുന്നത് ക്ലബിന്റെ ഷഡ്ഡിന്ന. എല്ലാവരുടെയും ഉണ്ടയും കണ്ണോക്കി ഇതിനകത്താണല്ലോ. ഡബിൾ മീനിങ്. എന്നാ പിന്നെ ആ വോൾട്ടും കൂടെ തുറന്നാൻ കാണിക്കാൻ മേലായിരുന്നു. അത് പറഞ്ഞപ്പോഴാ താഴെ ഞങ്ങൾക്കൊരു വോൾട്ടുണ്ട്. അതിനകത്താ ഞങ്ങളുടെ ചെത്ത് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. സായിപ്പിന്റെ സാധനം, ടിപ്പുവിന്റെ സാധനം, കാരണവന്മാരുടെ സാധനങ്ങളെല്ലാം അതിനകത്താ. പിന്നെ പണ്ട് ആനേനെ അടിക്കാൻ വേണ്ടി സായിപ്പ് ബെർമിങ്ങാമിൽ നിന്ന് കൊണ്ടുവന്നൊരു ബിഗ് ബോറുണ്ട്. അതിങ്ങനെ മാസാമാസം ഓയിൽ ബാത്തൊക്കെ അടിച്ചങ്ങനെ പൊളപ്പനാക്കി വെച്ചിരിക്കുക. ഈ ക്ലബിന്റെ താക്കോൽ സ്ഥാനം അലങ്കരിക്കുന്നത് സെക്രട്ടറി അവറാൻ അവർകളായതുകൊണ്ട് പുള്ളിക്കൊരു മൂഡ് തോന്നിയ ഏത് നാറീനെ വോൾട്ട് തുറന്ന് കാണിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ചെല്ലേ വിളിച്ചു കേട്ടില്ലേ?